ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണല്ലോ. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെയൊക്കെ മഴയാണ് കേട്ടോ. നല്ല മഴ ഉച്ച കഴിയുമ്പോൾ അപ്പോൾ ചെടിയൊക്കെ നല്ലൊന്ന് ഉഷാറായിട്ടുണ്ട്, തണുപ്പൊക്കെ ആയപ്പോഴേ. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല കെയറിങ് വേണ്ട ഒരു സമയമാണ് ചെടികൾക്ക്. അതുപോലെ പെറ്റൂണിയ ചെടിയൊക്കെ മഴ നനയാത്തടത്ത് മാറ്റി വെക്കുകയും പുതിയ കട്ടിങ്സ് മുളപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് കട്ടിങ്സ് പിടിക്കുക, അടുത്ത സീസണിലോട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ആക്കി എടുക്കുകയും പറ്റും. സീഡൊക്കെ പാകാൻ പറ്റിയ സമയം കേട്ടോ. നല്ലതായിട്ട് സീഡൊക്കെ പൊടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പെറ്റൂണിയ ഉണ്ട്, നല്ല ഒരു ആദ്യം വിരിയുമ്പോൾ നല്ലൊരു ബ്ലാക്കാണ്, പിന്നെ അതൊരു റെഡും മെറൂണും ഒക്കെ ആയി മാറും. ഇതൊരു മജന്ത റോസാണ്, പക്ഷേ ഫോണിൽ അത്ര കളർ അങ്ങോട്ട് ഡാർക്ക് വരുന്നില്ല. നല്ല ഭംഗിയാണ്, നല്ല മജന്ത റോസ. അതിനകത്തൊരു ബ്ലാക്ക് ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ സീഡും കട്ടിങ്സും ഒക്കെ പിടിച്ച് കിട്ടുന്നതാണ്. പക്ഷേ സീഡ് ഇടുമ്പോൾ നമുക്ക് ആ കളർ കിട്ടത്തില്ല കേട്ടോ. ഇതിൻ്റെ സീഡ് വീണ് കിളുത്തൊരു കളറാണ് അത്. പക്ഷേ ഒരു റെഡ് കളറാണ് വരുന്നത്. ഇത് നമ്മുടെ റെഡ് പെറ്റൂണിയ. ഇതിൻ്റെ സീഡ് ഞാൻ വാങ്ങി കിളിപ്പിച്ചതാണ്. ഇത് നല്ലതായിട്ട് സീഡ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ആ സീഡ് നല്ലതായിട്ട് മുളച്ചും കിട്ടുന്നുണ്ട്, ഒരുപാട് സീഡ് ഉണ്ടാകുന്നുണ്ട്. അന്ന് വാങ്ങിച്ച സമയത്ത് വാങ്ങിച്ച് 2 തയ്യേ എനിക്ക് പിടിച്ച് കിട്ടിയുള്ളൂ. ഈ 2 തയ്യേ പിടിച്ച് കിട്ടിയുള്ളൂ. പക്ഷേ അത് നല്ലതായിട്ട് സീഡ് ഉണ്ടാകുന്നുണ്ട്, കട്ടിങ്സും പിടിക്കുന്നുണ്ട്. മുറിച്ച് വെച്ചിട്ട് നല്ല ഫ്ലവറിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പെറ്റൂണിയയ്ക്ക് പറ്റിയൊരു സമയമാണ്. അധികം നമ്മൾ ഡയറക്റ്റ് വെള്ളം വീഴാത്തടത്ത് വെച്ചാൽ മതി. പിന്നെ ഇത് കണ്ടോ, ഇത് നമുക്ക് ആ സീഡ് നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയയുടെ സീഡിനകത്ത് നിന്ന് കിളുത്ത തയ്യ. അപ്പോൾ റെഡും അല്ല, വിരിയുമ്പോൾ ഒരു ഡാർക്ക് മെറൂണോ ആ കളറും പിന്നീട് ആ റെഡിലോട്ട് മാറും. അപ്പോൾ നല്ലൊരു റെഡാണെന്ന് ചോദിച്ചാൽ റെഡും അല്ല, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കളറാണ്. ഇതൊക്കെ ആ ബ്ലാക്ക് പെറ്റൂണിയയുടെ സീഡ് വീണ് കിളുത്ത തൈകളാണ് കേട്ടോ. പക്ഷേ കട്ടിങ്സ് നമ്മൾ മുറിച്ച് വെക്കുമ്പോൾ ആ കളർ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ സീഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കളറുകളെല്ലാം വേറെ വേറെ കളറുകളാണ്. എല്ലാം റെഡും ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നൊരു കളറുകളാണ്. അപ്പോൾ അതിൻ്റെ ആ ചെടിയുടെ ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച സമയത്ത് അതിൻ്റെ കട്ടിങ്സ് ഒക്കെ വെച്ചത് പിടിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഇതൊരു ഡാർക്ക് ഒരു മജന്ത കളറാണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ ഒരു ബ്ലാക്ക് ഇല്ല. അപ്പം ചിലതിനകത്ത് ബ്ലാക്ക് വരും, ചിലതിനകത്ത് ബ്ലാക്ക് വരത്തില്ല. അങ്ങനെ ഫുള്ള് ഓരോരോ ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ട് ചെടിക്ക്, ആ പെറ്റൂണിയയ്ക്ക്. അത് ഒത്തിരി എനിക്കൊന്ന് മറ്റേ പെറ്റൂണിയ പോലെ അത്ര കെയറിങ് ഒന്നും വേണ്ട. പെട്ടെന്ന് കമ്പ് ഒടിച്ച് വെച്ചാൽ പിടിക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളം കൂടിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് വേര് ചീച്ചിലോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ഹൈബ്രിഡും നാടൻ പെറ്റൂണിയൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി വെള്ളം കൂടുവോ ഒക്കെ വേര് ചീച്ചിലൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഡബിൾ പെറ്റൂണിയ, നമ്മുടെ നാടൻ ഡബിൾ പെറ്റൂണിയൊക്കെ പെട്ടെന്ന് പോകും. നമുക്ക് ഒരു 2-3 പൂ വിരിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ 1 മാസത്തിൽ കൂടുതൽ അതൊന്നും നിൽക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് പെറ്റൂണിയ, ഈ ടൈലർ വേവ് പെറ്റൂണിയ, അതിൻ്റെ കമ്പ് ഒടിച്ച് ഊത്തിയെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സീഡും ഉണ്ടാകുന്നുണ്ട്. ചെടിക്ക് ഇച്ചിരി ലോങ് ഇതുണ്ട് ലൈഫ്. അപ്പോൾ അതൊക്കെ വലിയൊരിതാണ്. ഇതുണ്ട്, ചില്ലി റെഡാണേ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഫോണിൽ അത്ര അതിൻ്റെ കളർ എടുത്തറിയാൻ പറ്റുന്നില്ല. നല്ല ചില്ലി റെഡ് കളറാണ്. ഇതിൻ്റെ കട്ടിങ്സൊക്കെ നല്ലതായിട്ട് പിടിക്കുന്ന ഒരു ടൈപ്പ് പെറ്റൂണിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ പിടിപ്പിച്ച് മാറ്റി നടുന്നുണ്ട്. കാരണം ഇനി മഴക്കാലമാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ കട്ടിങ്സൊക്കെ മാറ്റി വെച്ചേ പറ്റുള്ളൂ. എന്നിട്ട് മഴ നനയാത്തടത്തും എന്നാൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളും എല്ലാം വേണം താനും. അതായത് മഴ നനയാതെ നമ്മൾ ഷെയ്ഡിൻ്റെ ഒത്തിരി അങ്ങ് ഷെയ്ഡിൽ വെക്കരുത്, വെള്ളം വീഴരുത്, അത്രമാത്രം. അപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പെറ്റൂണിയ ഞാൻ വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ല. 15 ദിവസം കൂടുമ്പോൾ NPK ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ DAP ഒരു 3-4 DAP NPK മാറി യൂസ് ചെയ്യും. പിന്നെ നനയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പെറ്റൂണിയ നമുക്ക് ഒരു വിധമൊക്കെ സംരക്ഷിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലൈക്ക് തരണം. താങ്ക് യു.